ഒരേ വരുമാനം ലഭിക്കുന്ന രണ്ടുപേരിൽ ഒരാൾ എപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ ജീവിക്കുകയും മറ്റൊരാൾ എപ്പോഴും കടക്കെണിയിൽപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പണം സമ്പാദിക്കാൻ കഠിനാധ്വാനം മാത്രം മതിയോ, അതോ അതിനു വേറെ എന്തെങ്കിലും പ്രത്യേക കഴിവുകൾ ആവശ്യമുണ്ടോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാകും. ഇന്നത്തെ കാലത്ത് സാമ്പത്തിക ഭദ്രത എന്നത് സമാധാനപരമായ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമായി മാറിയിരിക്കുന്നു. എന്നാൽ പണം എങ്ങനെ സമ്പാദിക്കണം, അതെങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ വളർത്തണം എന്നതിനെക്കുറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭാരതത്തിലെ ഏറ്റവും മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാജനീതിജ്ഞനുമായ ചാണക്യൻ കൃത്യമായ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രം എന്നത് പുതിയ കാലത്തെ കണ്ടുപിടുത്തമല്ല. മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപനത്തിന് കാരണക്കാരനായ ചാണക്യൻ അഥവാ കൗടില്യൻ തന്റെ വിഖ്യാതമായ ചാണക്യനീതിയിലൂടെയും അർത്ഥശാസ്ത്രത്തിലൂടെയും മനുഷ്യന്റെ സാമ്പത്തിക ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സാമ്പത്തിക ഭദ്രത എന്നത് ഒരു ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന അത്ഭുതമല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തിലൂടെയും അച്ചടക്കത്തിലൂടെയും നിരന്തരമായ പ്രയത്നത്തിലൂടെയും നേടിയെടുക്കേണ്ട ഒന്നാണ്. ചാണക്യനീതിയിൽ പറയുന്ന കാര്യങ്ങൾ കേവലം അക്കാലത്തെ രാജാക്കന്മാർക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ടതല്ല. അത് എല്ലാ കാലത്തും ഏത് പ്രായത്തിലുള്ളവർക്കും തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന മഹാതത്വങ്ങളാണ്. സമ്പത്തെന്നത് കേവലം പണം മാത്രമല്ല, അത് നമ്മുടെ അറിവും ആരോഗ്യവും സമാധാനവും കൂടിയാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. എങ്കിലും ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ പണത്തിന്റെ ആവശ്യകത എത്രത്തോളമുണ്ടെന്ന് അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന വിലയും നിലയും പലപ്പോഴും അയാളുടെ സാമ്പത്തിക ഭദ്രതയെ അടിസ്ഥാനമാക്കിയാണ് നിർണയിക്കപ്പെടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ദാരിദ്ര്യം എന്നത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ദുർബലനാക്കുന്ന ഒന്നാണ്. അതിനാൽ തന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടാനും സ്ഥിരതയുള്ള ഒരു സാമ്പത്തിക ജീവിതം കെട്ടിപ്പടുക്കാനും ഓരോ വ്യക്തിയും ശ്രമിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. സാമ്പത്തിക വിജയം നേടാൻ ചാണക്യൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രവാക്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം തുള്ളിത്തുള്ളിയായി കുടം നിറയുന്നതുപോലെയുള്ള സമ്പാദ്യശീലമാണ്. ചാണക്യൻ തന്റെ ശ്ലോകങ്ങളിൽ പറയുന്ന ഒരു വലിയ സത്യമുണ്ട്. ഒരു വലിയ പാത്രത്തിൽ വെള്ളം നിറയുന്നത് ഒറ്റയടിക്കല്ല. ഓരോ തുള്ളി വെള്ളവും വീണാണ് ആ പാത്രം നിറയുന്നത്. അതുപോലെ തന്നെയാണ് സമ്പത്തും. ഒറ്റയടിക്ക് വലിയൊരു തുക സമ്പാദിക്കാം എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. പകരം നമ്മൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം കൃത്യമായി എന്നും മാറ്റിവെക്കുക. സമ്പാദിക്കുന്ന പണത്തിന്റെ വലിപ്പത്തിലല്ല, മറിച്ച് ആ ശീലത്തിന്റെ തുടർച്ചയിലാണ് കാര്യം. ഇന്നത്തെ കാലത്ത് നമ്മൾ പലപ്പോഴും ചെറിയ തുകകളെ അവഗണിക്കാറുണ്ട്. എന്നാൽ കാലക്രമേണ ഈ ചെറിയ തുകകൾ വളർന്ന് വലിയൊരു സാമ്പത്തിക അടിത്തറയായി മാറുമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. വരുമാനം എത്ര ചെറുതാണെങ്കിലും അതിൽ നിന്ന് ഒരു വിഹിതം സമ്പാദ്യത്തിനായി മാറ്റിവെക്കുക എന്നത് സാമ്പത്തിക ഭദ്രതയുടെ ആദ്യത്തെ പടിയാണ്. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് ധാർമ്മികമായ മാർഗത്തിലൂടെയുള്ള സമ്പാദ്യത്തെക്കുറിച്ചാണ്. പണം സമ്പാദിക്കാൻ കുറുക്കുവഴികൾ പലതും ഉണ്ടാകാം. അഴിമതിയിലൂടെയോ മറ്റുള്ളവരെ വഞ്ചിച്ചോ അധാർമികമായ പ്രവൃത്തികളിലൂടെയോ ഒരാൾക്ക് വേഗത്തിൽ പണക്കാരനാകാൻ സാധിച്ചേക്കാം. എന്നാൽ ചാണക്യൻ തീർത്തു പറയുന്നു, അത്തരത്തിൽ സമ്പാദിക്കുന്ന പണം 10 വർഷത്തിൽ കൂടുതൽ നിലനിൽക്കില്ല. 11ാം വർഷം എത്തുമ്പോഴേക്കും ആ സമ്പത്ത് മുഴുവൻ വേരോടെ നശിച്ചുപോകും. അന്യായമായി നേടുന്ന പണം അമിതമായ ദുരഭിമാനത്തിലേക്കും തെറ്റായ തീരുമാനങ്ങളിലേക്കും മനുഷ്യനെ നയിക്കും. ഒടുവിൽ അത് അയാളുടെ തന്നെ നാശത്തിന് കാരണമാകും. അതിനാൽ പണം സമ്പാദിക്കാനുള്ള മാർഗം എപ്പോഴും സത്യസന്ധവും ധാർമ്മികവും ആയിരിക്കണം. കഠിനാധ്വാനത്തിലൂടെയും സത്യസന്ധതയിലൂടെയും നേടുന്ന പണം മാത്രമേ തലമുറകളോളം നിലനിൽക്കുകയുള്ളൂ എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. ഇത് കേവലം ഒരു ആദർശം മാത്രമല്ല, സമൂഹത്തിൽ നിലനിൽക്കുന്ന മാറ്റമില്ലാത്ത ഒരു നിയമം കൂടിയാണ്. മൂന്നാമത്തെ തത്വം എന്നത് വരവിനനുസരിച്ച് മാത്രം ചെലവാക്കുക എന്നതാണ്. തനിക്കുള്ള വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവാക്കുന്നവൻ എത്ര വലിയ കോടീശ്വരനായാലും വൈകാതെ ദരിദ്രനായി മാറും. സാമ്പത്തിക വിജയത്തിന്റെ അടിസ്ഥാനം നാം എത്ര സമ്പാദിക്കുന്നു എന്നതിലല്ല, മറിച്ച് എത്ര ചിലവാക്കുന്നു എന്നതിലാണ്. അത്യാവശ്യങ്ങളും അനാവശ്യങ്ങളും തമ്മിൽ തിരിച്ചറിയാനുള്ള വിവേകം ഒരു വ്യക്തിക്കുണ്ടായിരിക്കണം. മറ്റുള്ളവരെ കാണിക്കാനായി അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു തെറ്റായ പ്രതിച്ഛായ സൃഷ്ടിക്കാനായി സ്വന്തം കഴിവിനപ്പുറം പണം ചെലവാക്കുന്നത് വലിയൊരു വീഴ്ചയാണ്. ചാണക്യൻ പറയുന്നു, ഒരു വ്യക്തി തന്റെ സമ്പത്തിന്റെ വലിയൊരു ഭാഗം ഭാവിയിലെ ആവശ്യങ്ങൾക്കായി സൂക്ഷിക്കണം. പെട്ടെന്ന് വരുന്ന അത്യാഹിതങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാൻ പണം അത്യാവശ്യമാണ്. പണം നിങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിക്കും. എന്നാൽ നിങ്ങൾ പണത്തെ സൂക്ഷിച്ചാൽ മാത്രമേ പണം നിങ്ങളെ തിരികെ സൂക്ഷിക്കുകയുള്ളൂ. അതിനാൽ മിതവ്യയം എന്നത് പിശുക്കല്ല, അതൊരു സാമ്പത്തിക അച്ചടക്കമാണ് എന്ന് നാം മനസ്സിലാക്കണം. നാലാമതായി ചാണക്യൻ നൽകുന്ന ഉപദേശം നമ്മുടെ സാമ്പത്തിക രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുക എന്നതാണ്. നിങ്ങൾക്കെത്ര പണമുണ്ട്, എവിടെയൊക്കെയാണ് നിങ്ങളുടെ നിക്ഷേപങ്ങൾ, എന്താണ് നിങ്ങളുടെ ഭാവി സാമ്പത്തിക പരിപാടികൾ എന്നീ കാര്യങ്ങൾ ഒരിക്കലും പരസ്യമാക്കരുത്.
സ്വന്തം സമ്പത്തിനെക്കുറിച്ച് മറ്റുള്ളവരോട് വല്ലാതെ സംസാരിക്കുന്നത് ശത്രുക്കളെയും അസൂയാലുക്കളെയും ക്ഷണിച്ചുവരുത്തും. മാത്രമല്ല, നിങ്ങളുടെ സാമ്പത്തിക വിവരങ്ങൾ അറിയുന്നവർ നിങ്ങളെ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. ദുർബലമായ സാമ്പത്തിക അവസ്ഥയിലാണെങ്കിൽ പോലും അത് എല്ലാവരോടും വിളിച്ചു പറയരുത്. കാരണം സമൂഹത്തിൽ പണമില്ലാത്തവനെ പലരും പരിഹസിക്കുകയും അവഗണിക്കുകയും ചെയ്യും. നിങ്ങളുടെ ശക്തിയും ദൗർബല്യവും എപ്പോഴും നിങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കണം. ബിസിനസ് ചെയ്യുന്നവരായാലും ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരായാലും ഈ നിയമം ഒരുപോലെ ബാധകമാണ്. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയാത്തവന് ഒരിക്കലും സാമ്പത്തിക വിജയം നേടാൻ സാധിക്കില്ല. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പണം വെറുതെ വയ്ക്കാതെ അത് ശരിയായ സ്ഥലത്ത് നിക്ഷേപിക്കുക എന്നതാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം അഴുക്കായി മാറുന്നതുപോലെ പെട്ടിയിൽ വെറുതെ അടച്ചുവെക്കുന്ന പണം കാലക്രമേണ മൂല്യമില്ലാത്തതായി മാറും. സമ്പത്ത് വളരണമെങ്കിൽ അത് വിനിയോഗിക്കപ്പെടണം. ശരിയായ രീതിയിലുള്ള നിക്ഷേപങ്ങളാണ് സമ്പത്തിനെ ഇരട്ടിയാക്കുന്നത്. പണം പണത്തെ ഉണ്ടാക്കണം. അതിനായി വിപണിയെക്കുറിച്ചും ബിസിനസ്സിനെക്കുറിച്ചും വ്യക്തമായ അറിവ് സമ്പാദിക്കണം. ഭയമില്ലാതെ, എന്നാൽ അമിതമായ ആവേശമില്ലാതെ വളരെ കണക്കുകൂട്ടലുകളോടെ വേണം നിക്ഷേപങ്ങൾ നടത്താൻ. അപകടസാധ്യതകൾ മനസ്സിലാക്കി വേണം ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാൻ. പണം എവിടെ നിക്ഷേപിക്കണം എന്നതിനേക്കാൾ പ്രധാനം എവിടെ നിക്ഷേപിക്കരുത് എന്ന് തിരിച്ചറിയുക എന്നതാണ്. ആറാമതായി അദ്ദേഹം പറയുന്നത് അലസതയെക്കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രു അയാളുടെ ഉള്ളിലെ അലസതയാണ്. അലസനായ ഒരുവന് വിദ്യാഭ്യാസം നേടാൻ കഴിയില്ല. വിദ്യാഭ്യാസമില്ലാത്തവന് പണം സമ്പാദിക്കാൻ കഴിയില്ല. പണമില്ലാത്തവന് സുഹൃത്തുക്കളുണ്ടാകില്ല. സുഹൃത്തുക്കളില്ലാത്തവന് ജീവിതത്തിൽ സന്തോഷമുണ്ടാകില്ല. ഇതാണ് ചാണക്യന്റെ കാഴ്ചപ്പാട്. വെറുതെയിരുന്ന് സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം ആരും പണക്കാരായിട്ടില്ല. അതിരാവിലെ എഴുന്നേറ്റ് തന്റെ കർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറുള്ളവനെ മാത്രമേ ലക്ഷ്മിദേവി കടാക്ഷിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അവസരങ്ങൾ എല്ലാവരുടെയും വാതിലിൽ മുട്ടും. എന്നാൽ അലസത കാരണം അത് തിരിച്ചറിയാൻ കഴിയാത്തവർ പിന്നീട് ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടിവരും. ശരീരവും മനസ്സും എപ്പോഴും കർമ്മനിരതമായിരിക്കണം. കഠിനാധ്വാനത്തിന് പകരമായി മാറ്റിവെക്കാൻ ഈ ലോകത്ത് മറ്റൊന്നുമില്ല. ഏഴാമത്തെ തത്വം ദാനധർമ്മങ്ങളുടെ മഹത്വമാണ്. പണം സമ്പാദിക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് അത് നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിക്കുന്നത്. പണത്തിന്റെ ഒരു ലക്ഷ്യം മറ്റുള്ളവരെ സഹായിക്കുക എന്നതുകൂടിയാണ്. നമ്മൾ നൽകുന്ന ദാനം അർഹതപ്പെട്ടവർക്കായിരിക്കണം എന്ന് ചാണക്യൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അർഹതയില്ലാത്തവർക്ക് നൽകുന്ന പണം പലപ്പോഴും ദോഷകരമായി മാറും. വിദ്യാഭ്യാസത്തിനും വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകാനും രോഗികൾക്ക് ചികിത്സയ്ക്കായും നൽകുന്ന പണം ഒരിക്കലും നഷ്ടമല്ല. അത് സമൂഹത്തിലെ പണത്തിന്റെ ഒഴുക്കിനെ സന്തുലിതമാക്കുന്നു. ഒരു വ്യക്തി തന്റെ സമ്പത്തിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും അശരണർക്കായി മാറ്റിവെക്കുമ്പോൾ അയാളുടെ മനസ്സിന് ലഭിക്കുന്ന സമാധാനവും സംതൃപ്തിയും വലുതാണ്. ആ സംതൃപ്തി വീണ്ടും കൂടുതൽ ഊർജ്ജത്തോടെ പ്രവർത്തിക്കാൻ അയാളെ പ്രേരിപ്പിക്കും. അമിതമായ ലോഭം അഥവാ അത്യാഗ്രഹം മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എട്ടാമതായി ശരിയായ സുഹൃത്തുക്കളെയും കൂട്ടാളികളെയും തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. സാമ്പത്തിക വിജയത്തിൽ നിങ്ങളുടെ ചുറ്റുപാടുകൾക്ക് വലിയ പങ്കുണ്ട്. എപ്പോഴും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ എപ്പോഴും പണം ധൂർത്തടിക്കാൻ പ്രേരിപ്പിക്കുന്ന സുഹൃത്തുക്കളാണോ നിങ്ങൾക്ക് ചുറ്റുമുള്ളത്? എങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക തകർച്ച അവിടെ തുടങ്ങിക്കഴിഞ്ഞു. വിവേകമുള്ളവരും ലക്ഷ്യബോധമുള്ളവരും നല്ല ശീലങ്ങളുള്ളവരുമായ ആളുകളുമായി കൂട്ടുകൂടുക. ബിസിനസ് ചെയ്യുമ്പോൾ പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നതിലും ഈ സൂക്ഷ്മത ആവശ്യമാണ്. വിശ്വസിക്കാൻ കൊള്ളാത്തവരുമായി ഒരിക്കലും സാമ്പത്തിക ഇടപാടുകൾ നടത്തരുത്. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലും പണത്തിന്റെ കാര്യത്തിൽ അമിതമായി വിശ്വസിച്ച് എല്ലാ ചുമതലകളും ഏൽപ്പിക്കുന്നത് ചിലപ്പോൾ ആപത്തായി മാറിയേക്കാം എന്ന് അദ്ദേഹം പറയുന്നു. എല്ലാം സ്വയം നിരീക്ഷിക്കാനും വിലയിരുത്താനുമുള്ള കഴിവുണ്ടായിരിക്കണം. ഒൻപതാമത്തെ കാര്യം വിദ്യാഭ്യാസമാണ്. ചാണക്യനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്നത് വെറുമൊരു സാക്ഷരതയല്ല. ലോകത്തെക്കുറിച്ചും വ്യവസായങ്ങളെക്കുറിച്ചും മനുഷ്യന്റെ സ്വഭാവങ്ങളെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള അറിവാണത്. വിദ്യാഭ്യാസമെന്ന അക്ഷയഖനി സ്വന്തമായുള്ളവന് ലോകത്ത് എവിടെ പോയാലും പണം സമ്പാദിക്കാൻ കഴിയും. മറ്റെല്ലാ സമ്പത്തും മോഷ്ടിക്കപ്പെടാം, എന്നാൽ അറിവ് ആർക്കും മോഷ്ടിക്കാൻ കഴിയില്ല. അത് ചെലവാക്കും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനാൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഒരിക്കലും മടികാണിക്കരുത്. കാലം മാറുന്നതിനനുസരിച്ച് പുതിയ തൊഴിലുകളും പുതിയ സാങ്കേതിക വിദ്യകളും രംഗത്ത് വരും. അവയെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാകുന്നവർക്ക് മാത്രമേ ഭാവിയിൽ സാമ്പത്തിക വിജയം നിലനിർത്താൻ കഴിയുകയുള്ളൂ. നിരന്തരമായ വായനയും പഠനവും നിങ്ങളെ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കും. പത്താമതും അവസാനത്തേതുമായ കാര്യം പരാജയങ്ങളെ ഭയക്കാതിരിക്കുക എന്നതാണ്. പുതിയൊരു ബിസിനസ് തുടങ്ങുമ്പോഴോ പുതിയൊരു നിക്ഷേപം നടത്തുമ്പോഴോ പരാജയപ്പെടുമോ എന്ന ഭയം പലരെയും പിന്തിരിപ്പിക്കാറുണ്ട്. ചാണക്യൻ പറയുന്നത് ഒന്നിനെയും ഭയപ്പെടരുത് എന്നാണ്. ഒരു കാര്യം തുടങ്ങുന്നതിനു മുൻപ് 1000 വട്ടം ചിന്തിക്കാം, എന്നാൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്മാറരുത്. പൂർണ്ണമായ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുക.
പരാജയങ്ങളുണ്ടാകാം, എന്നാൽ ആ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വീണ്ടും മുന്നോട്ടു പോകണം. പ്രതിസന്ധികളെ നേരിടാനുള്ള ധൈര്യമാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ മൂല്യം തെളിയിക്കുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നുപോകുന്നവൻ ഒരിക്കലും സാമ്പത്തിക വിജയം നേടില്ല. സിംഹത്തിൽ നിന്നൊരു കാര്യം പഠിക്കണം എന്ന് ചാണക്യൻ പറയുന്നുണ്ട്. ഒരു സിംഹം തന്റെ ഇരയെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ചാണ് ആക്രമിക്കുന്നത്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിലും നമ്മുടെ പൂർണ്ണമായ ശ്രദ്ധയും കഴിവും നൽകണം. നമ്മുടെ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുന്നതിനു മുൻപായി ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ചാണക്യന്റെ സാമ്പത്തിക തത്വങ്ങൾ വളരെ ലളിതവും എന്നാൽ അങ്ങേയറ്റം പ്രായോഗികവുമാണ്. അച്ചടക്കം, സത്യസന്ധത, ദീർഘവീക്ഷണം, കഠിനാധ്വാനം എന്നിവയാണ് സാമ്പത്തിക വിജയത്തിന്റെ അടിസ്ഥാനശിലകൾ. പണം എന്നത് ജീവിതത്തിലെ ഒരു ഉപാധി മാത്രമാണ്, അത് ജീവിതത്തിന്റെ മുഴുവൻ ലക്ഷ്യമാകരുത്. എന്നാൽ മാന്യമായി ജീവിക്കാൻ അത്യാവശ്യമായ സമ്പത്ത് ഓരോ വ്യക്തിയും ആർജിക്കേണ്ടതുണ്ട്. ഇന്ന് നാം എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളാണ് നാളത്തെ നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ നിർണ്ണയിക്കുന്നത്. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കിയും കൃത്യമായി നിക്ഷേപങ്ങൾ നടത്തിയും നിരന്തരമായി പുതിയ അറിവുകൾ നേടിയും നമുക്ക് മുന്നോട്ടു പോകാം. ചാണക്യനീതിയിലെ ഈ വിലപ്പെട്ട ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങൾ ഇന്നു മുതൽ മാറ്റിയെഴുതുക. വിജയം നിങ്ങളെ തേടിയെത്തും.